പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളോട് സ്നേഹത്തോടുകൂടി എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നമുക്ക് 4-5 മക്കളുണ്ട് എങ്കിൽ ഒരാൾ ആലിമാകട്ടെ, ഒരാൾ ഹാഫിളാകട്ടെ, ഒരാൾ എഞ്ചിനീയർ ആകട്ടെ, ഒരാൾ ഡോക്ടർ ആകട്ടെ, അങ്ങനെ വിവിധ തസ്തികകൾ ഒരുമിച്ച് കൂടിക്കൊണ്ട് ഇൽമുമായി ബന്ധപ്പെടുന്ന ഒരു കുടുംബമായി നമ്മുടെ കുടുംബം ആത്മീയതയിൽ ഉലസുന്നതാവട്ടെ. ആത്മീയത മുറ്റിയ ഒരു കുടുംബമാകണം. എല്ലാം വേണം. ഡോക്ടർ വേണം, എഞ്ചിനീയർ വേണം, എല്ലാ തലത്തിലും ആളുകൾ വേണം. ഇവർക്കൊക്കെ അടിസ്ഥാനമായി വിദ്യാഭ്യാസം കൊടുക്കണം. ഏത് ആത്മീയമായ വിദ്യാഭ്യാസം കൊടുക്കണം, ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അത്തിബൂ ഔലാദകും സലാസത ഖിസാൽ, അത്തിബൂ ഔലാദകും സലാസത ഖിസാൽ. 3 കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ മക്കളെ മര്യാദ പഠിപ്പിക്കണേ നബിയുനാ റസൂലുള്ളാഹി. ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഹുബ്ബ നബിയക്കും, നിങ്ങളുടെ ഹബീബിനോടുള്ള മഹബ്ബത്താ, അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. രണ്ടാമതായി വഹുബ്ബ അഹ്ലി ബൈതി, അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തോടുള്ള അഹ്ലി ബൈത്തിനോടുള്ള സ്നേഹമാണ്, മമതയാണ്. മൂന്നാമത്തെ തിലാവത്തുൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആനിന്റെ പാരായണം മക്കളെ പഠിപ്പിച്ചു കൊടുക്കൽ നിർബന്ധമാണ്. ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം. മക്കളെ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാതെ യാതൊരു കാര്യമില്ല. അപ്പായുമായി രക്ഷപ്പെടണോ, മക്കളെ കൊണ്ട് ആഖിറത്തിൽ രക്ഷപ്പെടണോ, ദുനിയാവിലും രക്ഷപ്പെടണോ, മക്കൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കണം. ഖുർആൻ നല്ലതുപോലെ ഓതാൻ അറിയുന്ന സാലിഹായ മകനാവണം. ഓതാൻ അറിഞ്ഞാൽ മാത്രം പോരാ, വീട്ടിൽ പാരായണം ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി ഉണ്ടാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്നത്തെ ദിവസം യാസീൻ ഓതിയ വീട്ടുകാർ എത്ര പേരുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഭാതത്തിലും പ്രദോഷത്തിലും 2 പ്രാവശ്യം ദിനേന പാരായണം ചെയ്തിരുന്ന സൂറത്ത് യാസീൻ ഇന്നത്തെ ദിവസം വീട്ടിൽ മുഴക്കിയ കുടുംബങ്ങൾ എത്ര പേർ? നമ്മൾ മദ്രസയിൽ സമസ്തയുടെ സിലബസിൽ +2 വരെ പഠിച്ചു, വിദ്യാഭ്യാസം നുകർന്നു. പഠിച്ചത് കൊണ്ട് കാര്യമായില്ല, ജീവിതത്തിൽ പ്രാവർത്തിക തലത്തിലില്ല എങ്കിൽ വട്ടപൂജ്യമാണ്. ഖുർആൻ ഓതാൻ അറിയാം, ഓതുന്നില്ല, കാര്യമില്ല. എങ്ങനെ നമ്മൾ നന്നാവും? അല്ലാഹുവേ, ഞങ്ങളെ നീ സാലിഹീങ്ങൾ ചേർക്കണേ അല്ലാ, ആബിദീങ്ങൾ ചേർക്കണേ അല്ലാ. വദവാഉ ഖൽബിൻ ഖംസത്തുൻ ഫതിലാവത്തുൻ ബിതദബ്ബുരിൽ മഅനാ വലിൽ ബത്നിൽ ഖലാ وقيام ليل والتضرع بالسحر ومجالسات الصالحين الفضلاء. മഹത്തുക്കളാകുന്ന ഇമാമിങ്ങൾ പഠിപ്പിക്കുകയാണ്, മനസ്സിലുള്ള രോഗങ്ങൾ, മാറാവ്യാധികൾ പരിപൂർണമായ ശമനം വരാൻ ഏതെല്ലാം രോഗങ്ങളുണ്ടോ, മനസ്സിൻ്റെതാകുന്ന രോഗങ്ങളുണ്ടോ, അത് മുഴുവനും രോഗശമനത്തിന് പഠിപ്പിക്കുകയാണ്. 5 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരണേ. മനസ്സിന്റെ എല്ലാ കുഷ്ഠരോഗങ്ങളിൽ നിന്നും പരിപൂർണമായ ശമനമാണ്. ക്യാൻസറിന് മരുന്നുണ്ട്, എല്ലാ രോഗങ്ങൾക്കും ഇപ്പൊ മരുന്ന് കണ്ടുപിടിച്ചു. മനുഷ്യന്റെ ഹൃദയത്തിനെ നന്നാക്കിയെടുക്കാനുള്ള മരുന്ന് ഉലമാക്കൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. മനസ്സ് നന്നാകണ്ടേ? മനസ്സിപ്പോഴും പഴയ കോലത്തിലാണ്. മനസ്സ് നന്നാക്കിയെടുക്കാൻ 5 മരുന്ന് തരികയാണ്. ശരിക്കും ശ്രദ്ധിക്കണേ. ശ്രദ്ധിക്കുന്നുണ്ടോ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വദവാഉ ഖൽബിൻ ഖംസത്തുൻ ഫതിലാവത്തുൻ ബിതദബ്ബുരിൽ മഅനാ വലിൽ ബത്നിൽ ഖലാ. നിന്റെ ഹൃദയത്തിന്റെ രോഗങ്ങൾക്ക് ശമനം വരാൻ 5 മാർഗങ്ങളാണ്. ഒന്നാമത്തത് പരിശുദ്ധമായ ഖുർആനിന്റെ പാരായണമാണ്. ഖുർആൻ നല്ലതുപോലെ ഓതണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖുർആൻ എപ്പോഴും ഓതിക്കൊണ്ടിരുന്ന ഹൃദയം തെളിയും, ഹൃദയത്തിന്റെ മാലിന്യങ്ങളൊക്കെ ഒഴിവാകും. നമുക്ക് ആർക്കും ഇല്ല ആ ഒരു നല്ല ശീലം. അല്ലാഹു നമ്മളെ അതിന്റെ അഹ്ലുകാരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഖുർആൻ ശരിക്കും ഓതണം. ഖുർആൻ വീട്ടിലുണ്ട്, അല്ലെ നമ്മളെ ഹാഫിളാണ്, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓതിയില്ലെങ്കിൽ ഒക്കെ പോകും, ഇതൊന്നും ഗുണമുണ്ടാവൂല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പാരായണം ചെയ്യണം എന്നർത്ഥം. കറാത്ത് മറാത്ത്, ആവർത്തിച്ച് ഇങ്ങനെ പാരായണം ചെയ്യണം.
അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലും അത് തന്നെയാണല്ലോ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലാണത്, നിസ്സാരമല്ല. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അയ്യുൽ അമാലി അഹബ്ബു ഇലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, നബിയേ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അൽ ഹാലു വൽ മുർതഹീൽ. ഹാലും മുർതഹീലുമാണ് സഹാബ. അർത്ഥമറിയാത്ത സഹാബത്ത് വീണ്ടും ചോദിക്കുകയാണ്, വമൽ ഹാലു വൽ മുർതഹീലു യാ ഹബീബല്ലാഹ്. എന്താണ് നബിയേ ഹാലെന്ന് പറഞ്ഞാൽ, എന്താണ് മുർതഹീൽ എന്ന് പറഞ്ഞാൽ ഒന്നറിയിച്ചു തരുമോ ഹബീബേ, ഒന്ന് പറഞ്ഞു നൽകുമോ റസൂലേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ലോകരെ പഠിപ്പിക്കുകയാണ്, സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, ഇദാ ഖതമ ഖതമത ഇസ്തഅനഫ ഖതമതൻ ഉഖറാ. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ പാരായണം ചെയ്തിട്ട് വീണ്ടും ഫാത്തിഹ മുതൽ തുടങ്ങി വെക്കുന്നതായ ഏതൊരു സഹോദരനുണ്ടോ സഹോദരിയുണ്ടോ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലാണതെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഫാത്തിഹ മുതൽ നാസ് വരെ ഓതി വീണ്ടും ഫാത്തിഹ കൊണ്ട് തുടങ്ങിയേക്ക. അങ്ങനെയാണല്ലോ ഖത്തം തീരുമ്പോ. ഖുർആൻ ഖത്തം തീർക്കുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ സൂറത്തുൻ നാസ് ഓതി കഴിയുമ്പോൾ ഫാത്തിഹ ഓതണം. വീണ്ടും അൽ ബഖറയുടെ ഒരു 4-5 ആയത്തുകൾ ഓതിയിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. കാരണം എന്തായാലും അതിന്റെ അർത്ഥം ഇത് അടുത്ത ഖത്തമിലേക്ക് പോവാൻ വീണ്ടും അടുത്ത് ഓതുക. നമ്മുടെ മദ്ഹബിന്റെ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു റമളാനിൽ 2 ഖത്തം, റമളാൻ അല്ലാത്ത ഇതേപോലെയുള്ള ശവ്വാലിന്റെ ദിവസങ്ങളിൽ വരെ എല്ലാ ദിവസവും ഒരു ഖത്തും. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഒരു ഖത്തും ഓത്, ഒരു പേജല്ല, ഒരു ഖത്തും ഓതി തീർക്കുക. നമ്മൾ ഖുർആൻ എവിടെ യാസീൻ ഓതാൻ പറഞ്ഞാൽ തന്നെ മതി. യാസീൻ വൈലഹി തുർജ. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ഖത്ത് ഓതാ ഏൽപ്പിച്ചാൽ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. 3 വട്ടം ഓതി അതിന്റെ കാശും വാങ്ങി പോക്കറ്റിൽ ഇട്ടു. ഖത്ത് ഓതി. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. അങ്ങനെയാണോ? തീർന്നു. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഖത്തുമൊക്കെ വലിയ മഹത്താണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മറ്റേത് അതിന്റെ ഒരു ഷോർട്ട് കട്ട് പറഞ്ഞതാണ്. എന്ത്? സൂറത്തുൽ ഇഖ്ലാസ് തഅദിലു സുൽസുൽ ഖുർആൻ. ഖുർആനിന്റെ 1/3 സൂറത്തുൽ ഇഖ്ലാസ്. അവ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് നബി തങ്ങൾ പറഞ്ഞു, എല്ലാ ദിവസവും ഖുർആൻ ഖത്മ തീർത്തിട്ട് വേണം നീ ഉറങ്ങാൻ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഞെട്ടി. എല്ലാ ദിവസവും ലോകത്തുള്ളതാകുന്ന സർവ്വ മുഅ്മിനീങ്ങളുടെ മുഅ്മിനാത്തുകളുടെ പൊരുത്തം വാങ്ങിയിട്ട് വേണം നീ ഉറങ്ങാൻ. എല്ലാ മരിച്ചുപോയവരും ജീവിച്ചിരിക്കുന്നവരും വരാനിരിക്കുന്നതുമാകുന്ന മുഅ്മിനീങ്ങളുടെ പൊരുത്തം വാങ്ങിയിട്ട് വേണം നീ ഉറങ്ങാൻ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഞെട്ടിത്തെരിച്ചു. എല്ലാ ദിവസവും സർവ്വ അമ്പിയാക്കളുടെ പൊരുത്തം വാങ്ങിയിട്ട് വേണം നീ ഉറങ്ങാൻ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ആകെ പ്രയാസത്തിലായി. എന്താണ് ഈ പറയുന്നത്? ഇതെങ്ങനെ നടക്കും? ഇതെങ്ങനെ നടക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതെല്ലാം നടക്കും. നീ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും രാത്രിയിൽ 3 വട്ടം സൂറത്തുൽ ഇഖ്ലാസ് ഓതണം. ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യാൻ പഠിപ്പിച്ച അമല ഇന്നു മുതൽ നമ്മൾ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്താ പറഞ്ഞത്? ആരോടായി പറയുന്നത്? ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട്. ആരാ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ? സുബ്ഹാനല്ലാഹ്, സ്ത്രീകളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തതാകുന്ന മഹിള. അല്ലാഹു അവരുടെ ദറജ ഉയർത്തട്ടെ. അവരുടെ പൊരുത്തം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അവർ പറയുകയെന്നു എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 വട്ടം സൂറത്തുൽ ഇഖ്ലാസ് ഓത്. സൂറത്തുൽ ഇഖ്ലാസി തഅദിലു സുൽസുൽ ഖുർആൻ. ഖുർആന്റെ 1/3 കിടപിടിക്കും ഒറ്റ സൂറത്തുൽ ഇഖ്ലാസ്. 3 വട്ടം ഓതിയ ഖുർആൻ ഖത്മ തീർത്ത പ്രതിഫലം. ഞാൻ എനിക്കുള്ള സമയങ്ങളിലൊക്കെ മുടങ്ങാതെ ചെയ്തു പോകുന്നു. ലോക മുസ്ലിമീങ്ങളുടെ പൊരുത്തം കിട്ടാൻ ഒറ്റ ദുആ, അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് നീ 1 വട്ടമെങ്കിലും പറയണം. ഒറ്റ വട്ടം പറഞ്ഞാൽ മതി.
വെള്ളിയാഴ്ച ഇമാം മിമ്പറിൽ എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അല്ലാഹുവേ, സർവ്വ മുസ്ലിമീങ്ങൾ മുഅ്മിനീങ്ങൾക്ക് മുഅ്മിനാത്തുകൾക്ക് എല്ലാ സഹോദര സഹോദരിമാർക്കും നീ പൊറുക്കണേ നാഥ എന്നർത്ഥം വരുന്ന ആ ദുആ ഒരു പ്രാവശ്യം പറഞ്ഞാൽ തന്നെ ഈ എല്ലാ മുഅ്മിനീങ്ങളുടെ മുഅ്മിനാത്തുകളുടെ പൊരുത്തം ലഭിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തത്, ലോകത്ത് കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമാകുന്ന കഴിഞ്ഞുപോയതാകുന്ന എല്ലാ അംബിയാ മുർസലീങ്ങൾ 1,24,000 വരുന്ന അംബിയാ മുർസലീങ്ങളുടെ പൊരുത്തം ലഭിക്കാൻ ഒരൊറ്റ സ്വലാത്ത്. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وعلى سائر الأنبياء والمرسلين. അല്ലാഹു മുഹമ്മദ് നബിയുടെ മേലും മുഹമ്മദ് നബിയുടെ കുടുംബാദികളുടെ മേലും എല്ലാ അംബിയാ മുർസലീങ്ങളുടെ മേലും നീ ഗുണം ചെയ്യണേ എന്നർത്ഥം വരുന്ന ഈ സ്വലാത്ത് ഒറ്റ പ്രാവശ്യം നീ ചൊല്ലി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൂടെ നിനക്ക് എന്ത് ലഭിക്കും? എല്ലാ അംബിയാ മുർസലീങ്ങളുടെ പൊരുത്തം ലഭിക്കും. ഇത് ഞാൻ ഇടയ്ക്ക് എന്തിനാ ഇങ്ങനെ പറഞ്ഞത്? നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരാനാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവിടെ പ്രവാചകൻ പഠിപ്പിച്ചതാണ് സൂറത്തുൽ ഇഖ്ലാസ് തഅദിലു സുൽസുൽ ഖുർആൻ. ഖുർആനിന്റെ 1/3 കിടപിടിക്കുന്നതാണ് സൂറത്തുൽ ഇഖ്ലാസ്. അപ്പോൾ അതിൻ്റെതായ മഹത്വമുണ്ട്, അതിൻ്റെതായ മഹത്വമുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാ നിസ്കാരത്തിലും ഫാത്തിഹയോടൊപ്പം തന്നെ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയിരുന്ന സ്വഹാബത്തുണ്ട്. ഏത് സൂറത്ത് ഓതിയാലും അവസാനം സൂറത്തുൽ ഇഖ്ലാസ് കൊണ്ട് അവസാനിപ്പിച്ചതാകുന്ന സ്വഹാബിവര്യന്മാരുണ്ട്. നബിതങ്ങൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിനോടുള്ള ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, തീർച്ചയായും ആ ഇഷ്ടം നിന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹുബ്ബുക ഇയ്യാഹാ അദ്ഖലകൽ ജന്ന. ആ സൂറത്തിനോടുള്ള നിന്റെ മഹബ്ബത്ത് നിന്നെ സ്വർഗ്ഗത്തിൽ എത്തിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്നത് നിസാരമല്ല, അല്ലാഹുവിന്റെ ഇനിഷ്യലാണ്. എല്ലാവർക്കും ഉണ്ടാവും ഒരു ഇനിഷ്യൽ അല്ലേ? കുഞ്ഞാലിക്കുട്ടിക്കല്ലേ ഇനിഷ്യൽ? അതേപോലെ ഓരോരുത്തർക്കും ഓരോ ഇനിഷ്യൽ ഉണ്ടാവും. അങ്ങനെ ഇനിഷ്യലുകൾ ഉണ്ടാവും. ആ ഓരോ ഇനിഷ്യലുകളാണ് അല്ലാഹുവിൻ്റെത്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. റബ്ബിന്റെ ഇനിഷ്യലുകളാണ്. അല്ലാഹു പരാശ്രയരഹിതനാണ്. അല്ലാഹു പരാശ്രയരഹിതനാണ്. അവനല്ലാതെ മറ്റൊരുത്തനില്ല. ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റൊരുത്തനില്ല. അവന് പ്രസവിക്കപ്പെട്ടിട്ടില്ല, അവന് പ്രസവിച്ചിട്ടുമില്ല, അവന് തത്തുല്യമായി ലോകത്തൊരു ആരാധ്യനുമില്ല. മനോഹരമാകുന്ന ഇനിഷ്യലുകളാണത്. അല്ലാഹു സൂറത്തിനെ മഹബ്ബത്ത് വെക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ചുരുക്കി പറഞ്ഞാൽ ഖുർആൻ നല്ലതുപോലെ പാരായണം ചെയ്യുന്നവനാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കുന്നവർക്ക് എന്ത് ലഭിക്കും? ശ്രദ്ധിക്കണേ, ഹൃദയത്തിന്റെ കറ മാലിന്യം ഇല്ലാതായിട്ട്. ഹദീസുകളുടെ ധാരാളം, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്ന ഹാദിൽ ഖുലൂബ തസ്ദഉ കമാ യസ്ദഉൽ ഹദീദു. ഈ ഹൃദയം തീർച്ചയായും കറ പിടിക്കുമോ സാബ, കമാ യസ്ദഉൽ ഹദീദു. ഇരുമ്പുകൾക്ക് തുരുമ്പ് പിടിക്കുന്ന പോലെ മനുഷ്യന്റെ ഹൃദയത്തിന് കറ പിടിക്കുമേ എന്ന് നബിയോനാ റസൂലുള്ളാഹി. ഖാലൂ വമാ ജലാഉഹാ യാ റസൂലല്ലാഹ്. നബിയേ നബിയേ, ഹൃദയത്തിന്റെ കറ മാലിന്യം മാറാൻ എന്ത് ചെയ്യണം റസൂലേ? മാലിന്യത്തെ നീക്കം ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത് റസൂലേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഹൃദയത്തിന്റെ മാലിന്യം കറയാൻ നിങ്ങൾ ചെയ്യേണ്ടത് 2 കാര്യങ്ങളാണ്. 2 കാര്യങ്ങളാണ്. ഒന്ന് ദിക്റുൽ മൗത്ത് വതിലാവത്തുൽ ഖുർആൻ. അവനവന് സ്വന്തം മരണത്തെ കുറിച്ച് ചിന്തിക്കലാണ്. ഞാൻ അടുത്ത സെക്കൻഡിൽ മരിക്കുക എന്നുള്ള ചിന്ത ആരൊരുവന്റെ ഹൃദയത്തിലുണ്ടോ? ഏതൊരു ചെറുപ്പക്കാരന്റെ ഹൃദയത്തിലുണ്ടോ? ഏതൊരു സഹോദരിയുടെ ഹൃദയത്തിലുണ്ടോ? ഹൃദയത്തിന്റെ മാലിന്യം മാറുമേ എന്ന് നബിയോനാ റസൂലുള്ളാഹി. രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അവൻ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യലാണ്. ഖുർആൻ നല്ലതുപോലെ ഖറാത്ത് മറാത്ത് ആവർത്തിച്ച് പാരായണം ചെയ്യലിലൂടെ ഹൃദയത്തിന്റെ കറ മാറുമേ, ഹൃദയം തെളിയുമേ എന്ന് നബിയോനാ റസൂലുള്ളാഹി.
ഹൃദയം തെളിയാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് മരണത്തെക്കുറിച്ച് ചിന്തിക്കുക. വല്ലവന്റെ മരണമല്ല, നമ്മൾ മരിക്കുമെന്നുള്ള ചിന്ത, ഞാൻ മരിക്കുമെന്നുള്ള ചിന്ത, മരണത്തെക്കുറിച്ചുള്ള ചിന്ത അവന്റെ ഹൃദയം നന്നാവാൻ ഉപകരിക്കും. മറ്റൊന്നാണ് ഖുർആൻ ഓതാൻ. ബിതദബ്ബുരിൽ മഅനാ വലിൽ ബത്നിൽ ഖലാ. പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുക മാത്രമല്ല, ഒഴിഞ്ഞ വയറുമായി നീ നിലകൊള്ളൽ തീർച്ചയായിട്ടും നിന്റെ ഹൃദയത്തിന് വിശുദ്ധി ഉണ്ടാവാൻ കാരണമാണ്, നിന്റെ ഹൃദയം തെളിയാൻ കാരണമാണ്. പാവപ്പെട്ട ഫലസ്തീനി മക്കളിലേക്ക് നോക്കണേ. എന്തുകൊണ്ടാണ് ഖുർആൻ അവർ ഇപ്പോഴും കൈകളിൽ ഏന്തുന്നത്? രക്തമൊലിച്ചു നിൽക്കുന്നതായ പാവപ്പെട്ടതാകുന്ന ഫലസ്തീനി ബാലന്മാരുടെ മുന്നിലേക്ക് മൈക്കുമായിട്ട് ഏതെല്ലാം ചാനലുകൾ കയറി ചെന്നാലും ഖുർആൻ കൈകൊണ്ട് ഉയർത്തിക്കൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറയാൻ അവരുടെ ഹൃദയത്തെ അല്ലാഹു സ്ഫുടം ചെയ്തത് അവർ പരിശുദ്ധമാക്കപ്പെട്ടതായ ഖുർആൻ ഓതൽ കൊണ്ട് മാത്രമല്ല, വലിൽ ബത്നിൽ ഖലാ, വളരെ സുഭിക്ഷമാകുന്ന ഭക്ഷണ തളികയിലേക്ക് പോകാതെ വിശന്ന് വലഞ്ഞ ഒഴിഞ്ഞതാകുന്ന വയറുമായി, ഒട്ടിവയറനാകുന്ന വയറുമായി നിലകൊണ്ടപ്പോ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയാണ്, ആഖിറത്തെ കുറിച്ചുള്ള ചിന്തയാണ്, പാവപ്പെട്ടവരെ കുറിച്ചിട്ടുള്ള ചിന്തയാണ്. അവർക്ക് മനസ്സിൽ അഹന്തയില്ല, അകപ്പൊരുമയില്ല, ഒരാളോടും വെറുപ്പില്ല, വിദ്വേഷമില്ല. മനസ്സ് ക്ലിയറായി. എന്തുകൊണ്ട്? വയറ് ഒഴിഞ്ഞു നിന്നതുകൊണ്ട്. അതുകൊണ്ടാണ് റമദാനിൽ നോമ്പ് പിടിക്കുന്നതിലൂടെ കിട്ടുന്നതിന്റെ ഒരു ഭാഗമാണ് പാവപ്പെട്ടവന്റെ വിശപ്പും ദാഹവും നമ്മൾ തിരിച്ചറിയാൻ. നമ്മൾ പട്ടിണി കിടക്കാൻ രാവിലെ ഇടയത്താഴം കഴിക്കുമ്പോൾ അത്താഴം കഴിക്കുമ്പോഴും വയറ് നിറച്ച്, വൈകിട്ട് നോമ്പ് തുറക്കുമ്പോഴും വയറ് നിറച്ച്, എന്നാ പട്ടിണി അറിയൂല. അല്പം വിശപ്പുണ്ടാകണമെന്നാണ്. അങ്ങനെ വിശപ്പുണ്ടായെങ്കിലേ വിശക്കുന്നവന്റെ ബുദ്ധിമുട്ടും പ്രയാസവും നമ്മൾ അറിയുള്ളൂ. അതിനാണ് ഈ റമദാൻ. ഒരാൾ നമ്മുടെ മുന്നിൽ കൈനീട്ടിയാൽ, കുഞ്ഞിനു വേണ്ടി യാചിച്ചാൽ, വിശക്കുന്നു എന്ന് പറഞ്ഞാൽ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ നമ്മുടെ മനസ്സ് വെമ്പൽ കൊള്ളും. അവന്റെ പട്ടിണി കണ്ടിട്ട് നമ്മുടെ വണ്ടി മുന്നോട്ടെടുക്കൂല. അവന് വിശക്കുന്നവൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെയാണല്ലോ. അതുകൊണ്ടാണല്ലോ ഒരാളുടെ വയറ് നിറച്ചാൽ പിന്നെ അയാൾ ഒന്നും വേണമെന്ന് പറയൂല. ഭക്ഷണം നല്ലതുപോലെ കൊടുത്താൽ പിന്നെ റാഹത്ത, വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കും. പരിശുദ്ധ ദീനിൽ ഏറ്റവും അടിസ്ഥാനമുള്ളതാകുന്ന സുഹൃതമാണ്. ഏറ്റവും വലിയ അമലായി പ്രവാചകൻ പഠിപ്പിച്ചതാണ് വിശക്കുന്നവന് ഭക്ഷണം നൽകുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഒഴിഞ്ഞു നിൽക്കുന്ന വയറ് ഏതൊരു വ്യക്തിക്കുണ്ടോ അവൻ്റെതാകുന്ന ഹൃദയം തെളിയും. അതുകൊണ്ടാണ് മാസത്തിൽ നിന്നോട് 3 നോമ്പെങ്കിലും പിടിക്കാൻ പറഞ്ഞത്. അയ്യാമുൽ ബീള്, അറബി മാസം 13, 14, 15. പറ്റുമെങ്കിൽ അറബി മാസം തന്നെ 27, 28, 29 അയ്യാമുസ്സൂദ് പിടിച്ചു വീട്. പറ്റുമെങ്കിൽ എല്ലാ തിങ്കളും വ്യാഴവും നിനക്ക് സുന്നത്തും അനുഷ്ഠിക്കൽ. ആദ്യത്തെ 10-ലും 2-ാമത്തെ 10-ലും 3-ാമത്തെ 10-ലും ഒക്കെയായി 3 നോമ്പ് നോറ്റ് വീട്ടിൽ പറ്റുമെങ്കിൽ ചെയ്യൻ. സുന്നത്തായ നോമ്പുകളൊക്കെ ശ്രദ്ധിക്കൽ. റമദാനിലെ നോമ്പ് മുറ്റുവെട്ടുന്നതിനോടൊപ്പം ശവ്വാൽ മാസത്തിൻ്റെതാകുന്ന 6 നോമ്പ്, ചെറിയ പെരുന്നാൾ കഴിഞ്ഞ ഉടനെയുള്ളതാകുന്ന 6 ദിവസങ്ങൾ കൊണ്ട് പിടിച്ചു വീട്ടിയാൽ ഒരു വർഷം മുഴുവനും നോമ്പ് നോറ്റവനെ പോലെയാണവനെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മളെ പിടിച്ച ശവ്വാൽ ഇനിയുണ്ടല്ലോ ഉസ്താദ് എന്ന് പറഞ്ഞിരിക്കുകയാണ്, ഇതുവരെ പിടിച്ചില്ല. ശവ്വാലിന്റെ 6 നോമ്പ് മിക്ക ആളുകളും, സുന്നികളായ നമ്മളിൽ തന്നെ പല ആളുകൾക്കും വലിയ താല്പര്യമില്ലാതായിരിക്കുക. എന്താണെന്നറിയില്ല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് അതിനെ നിസ്സാരവൽക്കരിക്കാണ് പലരും. ഒരിക്കലും പാടില്ല. അതിശക്തിമത്തായ സുന്നത്താൻ സുന്നികളാണെന്നത് കണ്ടാൽ സുന്നികൾ പോലും എടുക്കാറില്ലേ? സുന്നത്താണെന്നത് കണ്ടാൽ സുന്നികൾ പോലും എടുക്കാറില്ലേ? നമ്മളിൽപ്പെട്ട പല ആളുകൾ പോലും അശ്രദ്ധരായി പോകുന്നതായ ഒരു നോമ്പാണത്. ഏറ്റവും നല്ല ശക്തിമത്തായ സുന്നത്തായ നോമ്പാണ്. ഹദീസുകൾ തന്നെ വളരെ പ്രബലമായ ഹദീസാണ്.
പക്ഷെ പലരും ശ്രദ്ധിക്കാറില്ല. ആ നോമ്പൊക്കെ നോറ്റുവീട്ടണം. റമദാനിൽ കഴിഞ്ഞു പോയിട്ടുള്ള സഹോദരിമാർ അശുദ്ധിയുടേതാകുന്ന ഘട്ടങ്ങളിൽ പിടിക്കാൻ പറ്റാത്തത് ഒരു 4-5 ദിവസത്തെ നോമ്പ് സുഖമായി ഈ ശവ്വാലിന്റെ നോമ്പ് അത് പിടിക്കുന്നതോടൊപ്പം തന്നെ ചേർത്ത് പിടിക്കുക. 2 നിയ്യത്തും തലേ രാത്രിയിൽ തന്നെ വെച്ചാൽ രണ്ടും വീടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സെപ്പറേറ്റ് ആയി പിടിക്കലാണ് നല്ലത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. റമദാന്റെ മഹത്വം മനസ്സിലാക്കി റമദാനിലെ നോമ്പിനെ സെപ്പറേറ്റ് ആയി തന്നെ പിടിക്കുക എന്ന് പറഞ്ഞ മഹത്തുക്കളുണ്ട്. രണ്ടും ചേർത്ത് പിടിച്ചാൽ സുന്നത്ത് നോമ്പിനോടൊപ്പം രാത്രിയിൽ തന്നെ നിയ്യത്ത് വെച്ചുകൊണ്ട് അങ്ങനെ നിയ്യത്ത് ചെയ്താൽ വീടുമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ആ വീക്ഷണപ്രകാരമാണ് ഞാൻ പറഞ്ഞത്. പിടിക്കൻ എന്തിനാണ് ഈ നോമ്പൊക്കെ നിസ്സാരമാക്കുന്നത്? ഒഴിഞ്ഞ വയറുകൾ ഹൃദയം തെളിയുമെന്ന് ഉലമാക്കൾ പഠിപ്പിക്കാൻ. നമ്മുടെ ഹൃദയത്തിന്റെ മാലിന്യങ്ങൾ നീക്കാൻ ഈ നോമ്പുകൾ കാരണമാകുമെങ്കിൽ എന്തുകൊണ്ട് പിടിച്ചുകൂടാ? നമുക്കിന്ന് വെറുപ്പാൻ, അയൽവാസികളോട് വെറുപ്പ്, നാട്ടുകാരോട് വെറുപ്പ്, സമൂഹത്തോട് വെറുപ്പ്, ബന്ധുമിത്രാദികളോട് വെറുപ്പ്, പരസ്പരം വിദ്വേഷവും വൈര്യവും മക്കളെ തലമുറകളെ പറഞ്ഞ് പഠിപ്പിക്കുന്നതായ കാലഘട്ടമാണ് ജീവിക്കുന്നത്. ഒരാളുടെ സ്നേഹത്തിന് പഠിപ്പിക്കുന്നില്ല. മക്കളോടും വരും തലമുറകളൊക്കെ ആളുകളെ വെറുക്കാൻ വേണ്ടി പഠിപ്പിക്കുന്ന കാലഘട്ടം. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ആരോടൊക്കെ വാപ്പാക്ക് വെറുപ്പുണ്ടോ, ഉമ്മാക്കാരോടൊക്കെ വെറുപ്പുണ്ടോ, അവരെയൊക്കെ എണ്ണി എണ്ണി പറഞ്ഞിട്ട് പുതിയ തലമുറകളെ പഠിപ്പിച്ചു കൊടുക്കുന്ന കാലഘട്ടം. ആരെയും സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നില്ല. അത് വലിയ വിഷയമാണ്. അതുകൊണ്ട് നമ്മുടെ ഹൃദയം നന്നാവട്ടെ. അതിനുപകരിക്കുന്നതാണ് ഖുർആൻ പാരായണം. അവനവന്റെ സ്വന്തം മരിക്കുമെന്നുള്ള ചിന്ത, അതിനോടൊപ്പം തന്നെ ഒഴിഞ്ഞ വയറുമായി നിലകൊള്ളൽ, അഥവാ ഒരുപാട് സുഭിക്ഷമായ ആഹാരമൊന്നും വേണ്ട, ഉള്ളതുകൊണ്ട് മതിയാക്കിയിട്ടുള്ള സംതൃപ്തപരമായ ജീവിതം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തീർന്നില്ല. വഖിയാമു ലൈലിൻ വതളറഉ ബിസ്സഹാബ്. രാത്രിയിൽ എഴുന്നേറ്റുകൊണ്ട് തഹജ്ജുദ് നമസ്കരിക്കാൻ തയ്യാറാവണം. പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന മക്കളാണ്, ദീൻ പഠിക്കുന്നതായ മക്കളാണ്. തഹജ്ജുദ് നമസ്കാരം പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ നമുക്ക് നിർബന്ധമായ അമലിൽപ്പെട്ടതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന് നിദാനമായി കൊണ്ടുവരാൻ സാധിക്കണം. ഏറ്റവും ശക്തിമത്തായ സുന്നത്തായ അമലല്ലയോ തഹജ്ജുദ് നമസ്കാരം. വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദാ. രാത്രിയിൽ നിന്ന് കുറഞ്ഞ സമയം പടച്ച റബ്ബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തഹജ്ജുദ് നമസ്കരിക്കാൻ തയ്യാറായിട്ടുള്ള ഏതൊരു ചെറുപ്പക്കാരനുണ്ടോ, ഏതൊരു സഹോദരനുണ്ടോ, നിനക്ക് ദുനിയാവും ആഖിറത്തിലും വലിയ വിജയമാണ് ഉണ്ടാവുക എന്ന് വിശുദ്ധമായ ഖുർആൻ സ്തുതിക്കപ്പെടുന്നതായ മഹനീയമായ ഒരു സ്ഥാനം നൽകി. അല്ലാഹു നിന്നെ ആദരിക്കും. റബ്ബിന് വേണ്ടി തഹജ്ജുദ് നിസ്കരിച്ചാൽ എല്ലാ ദിവസവും മുടങ്ങാതെ. റമദാനിൽ നമ്മൾ ചെയ്തിരുന്ന പണിയാണത്. അത്താഴത്തിന് എഴുന്നേറ്റിട്ട് 2 റക്അത്ത് നിസ്കരിക്കും, ഇല്ലേ? അത് കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കുക. റമദാനിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു അമലും ഇപ്പോഴില്ല. വിത്ർ നിസ്കാരം 3 റക്അത്ത് ഉണ്ടായിരുന്നു, അത് പോയി. തറാവീഹ് പിന്നെ റമദാനിലേ ഉള്ളൂ, ഓക്കെ. എന്നാൽ ഫർദ് നിസ്കാരങ്ങൾക്ക് മുമ്പ് ശേഷമുള്ള റവാത്തിബ് നിസ്കരിച്ചിരുന്നു, ഇപ്പോഴുണ്ടോ? അപ്പൊ ഫർദ് തന്നെ ഇല്ല ഉസ്താദ്, പിന്നല്ലേ സുന്നത്ത്. എല്ലാം തീരുമാനമായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അവസ്ഥ. ഒരു അമലും ഇല്ല. റമദാനിലുള്ളതാകുന്ന അമല് വല്ലതും ഉണ്ടോ? ഉണ്ട് ഉസ്താദേ, വരണമുണ്ട്. എന്താ? സുബഹി കഴിഞ്ഞ് നല്ലപോലെ ഉറങ്ങും ജമാഅത്തായിട്ട്. അത് ഇതുവരെ മുടക്കിയിട്ടില്ല. ഞങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചു വരുന്നു. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അത് മാത്രമുണ്ട്, ബാക്കിയൊന്നുമില്ല. സുബഹി കഴിഞ്ഞ് ഉറങ്ങും. ആ സുബഹി കഴിഞ്ഞ് ഉറങ്ങിയാൽ എന്താ കിട്ടുന്നത്? ഇതാ കേട്ടോ, ശരിക്കും കേട്ടോ. മുത്തല്ലിങ്ങൾ കേൾക്കേണ്ട, നമ്മളൊക്കെ കേൾക്കേണ്ട സംഭവമാണ്. ബറക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിലേ സുബഹിക്ക് ശേഷമുറങ്ങ് പരമസുഖത്തിലേ. കാര്യത്തിൽ തീരുമാനമായി. എന്താ പറഞ്ഞത്? ബറക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിലേ സുബഹിക്ക് ശേഷമുറങ്ങ് പരമസുഖത്തിലേ. ജീവിതത്തിൽ ഒരു ബറക്കത്തും വേണ്ടാന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ആരും ഉണ്ടാവൂല. ഉണ്ടെങ്കിൽ സുബഹി കഴിഞ്ഞ് ഉറങ്ങിക്കോളാൻ അല്ലാഹു നമ്മളെ കാക്കട്ടെ. സുബഹി കഴിഞ്ഞ് ഉറങ്ങുന്ന ഒരൊറ്റ ഒരുത്തിനും നല്ല ജോലിയും നല്ല ഹൈറായ വിദ്യാഭ്യാസവും നല്ല നിലയിലേക്കും അവൻ എത്തുകയില്ല. കാരണം എന്താ കാരണം? സുബഹിക്ക് ശേഷം അത്ര ശ്രേഷ്ഠമായ സമയമാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മതി ഫീ ബുകൂരിഹാ. അല്ലാഹുവേ, പടച്ച റബ്ബേ, എന്റെ സമുദായത്തിന്റെ പ്രഭാതങ്ങളിൽ നീ ബറക്കത്ത് ചൊരിയണേ اللهم بارك لأمتي في بكورها. എന്റെ സമുദായത്തിന്റെ പ്രഭാതങ്ങളിൽ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥനയാണ്. ആദരവായ പ്രവാചകന് സുബഹിക്ക് ശേഷമാണ് ബറക്കത്തുണ്ടാവാൻ ദുആ ചെയ്തിട്ടുള്ളത്. ഹബീബായ നബി തങ്ങൾ അവിടുത്തെ യാത്രകൾ തുടങ്ങിയിട്ടുള്ളത് സുബഹിയുടെ ശേഷമാണ്. കച്ചവടത്തിന് വേണ്ടി പോകുന്ന ചെറുപ്പക്കാരാ, സഹോദരാ, നിന്റെ കച്ചവടത്തിൽ ബറക്കത്ത് വേണോ? നിന്റെ ജീവിതാന്ത്യം ബറക്കത്ത് വേണോ? യാത്ര തുടങ്ങാൻ ഏറ്റവും നല്ല സമയം സുബഹിക്ക് ശേഷമുള്ള സമയമാണ്. അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചതാകുന്ന അനുഗ്രഹാശിസുകൾ നേർന്നുകൊണ്ട് പ്രാർത്ഥിച്ചതായ ശ്രേഷ്ഠമായ വൈശിഷ്ട്യമാകുന്ന സമയമാ. ആ സമയത്ത് ഉറങ്ങരുതേ. ബറക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിലേ സുബഹിക്ക് ശേഷം ഉറങ്ങ് പരമസുഖത്തിലേ. ജീവിതത്തിൽ ബറക്കത്ത് വേണ്ട എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ? സുബഹി കഴിഞ്ഞ് ഉറങ്ങിക്കൊള്ളുക. ഒരു നിലക്കുമുള്ള ബറക്കത്ത്, ഐശ്വര്യം അല്ലാഹു നൽകുകയില്ല. സുബഹിക്ക് ശേഷം നീ ദിക്റിലായി കഴിഞ്ഞ ഉടനെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഖൗമൻ സല്ലവു സുബ്ഹ വദക്കറുല്ലാഹ അസ്സ വജല്ല ഹത്താ തതുലുഅ الشمس تعدل عمرة تامة ഒരു വിഭാഗം ആളുകൾ സുബഹി നമസ്കരിച്ചവരാണ്, ദിക്ർ ചൊല്ലിക്കൊണ്ട് കഴിഞ്ഞുകൂടുന്നവരാ. ഉദയം വരെ ദിക്റിലായി കഴിഞ്ഞുകൂടിയാൽ സൂര്യൻ ഉദിക്കുന്നത് വരെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാം ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് കഴിഞ്ഞുകൂടിയാൽ, യാസീൻ പാരായണം ചെയ്തുകൊണ്ട് കഴിഞ്ഞുകൂടിയാൽ, മാഷാ അല്ലാഹ്, ദിക്ർ ചൊല്ലുന്നവരെ, അല്ലാഹുവിനെ സ്മരിക്കുന്നവരെ, വദാകിരീന അല്ലാഹ കസീറൻ വദാകിറാത് അഅദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അളീമാ. പാപമോചനം അല്ലാഹു നൽകുകയാണ്. തീർന്നില്ല. സുബഹിക്ക് ശേഷം ഇരുന്ന് ദിക്ർ ചൊല്ലിക്കൊണ്ട് കഴിഞ്ഞു ഓടുന്ന ഏതൊരു സഹോദരനുണ്ടോ, സഹോദരിയുണ്ടോ, പരിപൂർണമായ ഉംറ നിർവഹിച്ച പ്രതിഫലം അല്ലാഹു രേഖപ്പെടുത്തുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. മുത്തന്നൂരിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, ചെറുപ്പക്കാരാ, സഹോദരാ, പരിശുദ്ധമായ മക്കയിലെത്തിക്കൊണ്ട് ഉംറ നിർവഹിക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത മുസ്ലിമേ, പ്രയാസപ്പെടുന്നവരെ, കൈകാലുകൾക്ക് സ്വാധീന ശക്തി നഷ്ടപ്പെട്ടു പോയവരെ, സുബഹി നമസ്കരിക്കാൻ കൽപ്പുള്ളതാകുന്ന മുസ്ലിമാണോ? സുബഹി നമസ്കരിച്ചിട്ട് ഉദയം വരെ ദിക്റിലായി കഴിഞ്ഞുകൂടിയാൽ എല്ലാ ദിവസവും അല്ലാഹു നിന്റെ അക്കൗണ്ടിലേക്ക് വരവെക്കുന്നത് ഉംറയാണ്. പാവപ്പെട്ടവന്റെ ഉംറയാണ്, രോഗിയുടെ ഉംറയാണ്, വഴിയാൽ മുതലാൽ കഴിവില്ലാത്ത ഉംറയ്ക്ക് പോകാൻ സാധിക്കാത്ത പാവപ്പെട്ട മനുഷ്യന്റെ ഉംറ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, തഅദിലു ഉംറതൻ താമതൻ പരിപൂർണമായ ഉംറ നിർവഹിച്ച പ്രതിഫലം അല്ലാഹു നൽകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.